പ്രിയ വിദ്യാർത്ഥികളെ, സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയകൾ ആരംഭിച്ചു. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ ഡേറ്റുകൾ, ഇതിൻ്റെ പ്രോസ്പെക്ടസ് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ പോളിടെക്നിക്കുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോളിടെക്നിക് കോളേജസ് സംസ്ഥാനത്ത് അഡ്മിഷൻ പ്രക്രിയ ആരംഭിച്ചു. 2021 വർഷത്തെയാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇതിനുള്ള വെബ്സൈറ്റ് www.polladmission.org. ശ്രദ്ധിക്കുക, www.polladmission.org എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. പ്രധാനപ്പെട്ട ഡേറ്റുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയിലേക്ക് പോകാം. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ബിഗിൻസ് ഇന്ന് മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ സബ്മിഷൻ അവസാനിക്കുന്നത് 19/10. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 22/10. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ കറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ 24/10. പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 28/10. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 28-ാം തീയതി, ഈ മാസം 28-ാം തീയതി ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വരും. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവേശനം എവിടെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പറയുന്ന പോലെ ചെയ്യുക. നമുക്ക് പ്രധാനമായിട്ടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിക്കുക. ഈ സൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കാണാൻ പറ്റും. പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ഫോം ഫില്ല് ചെയ്യാവൂ. പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാനിപ്പോൾ പറയുകയാണ് ഇവിടെ. ഈ ഏതൊക്കെ തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം? ഒന്ന്, ആപ്ലിക്കേഷൻ ഫോർ മെറിറ്റ് സീറ്റ് ഇൻ ഗവൺമെൻറ് എയ്ഡഡ് പ്രോഗ്രാം, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസ് ആൻഡ് സ്പെഷ്യൽ ബാച്ച് ഓഫ് ഹിയറിംഗ് ഇമ്പയർഡ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെയാണ് നമുക്കിപ്പം ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അണ്ടർ NCC കോട്ടായിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ആപ്ലിക്കേഷൻ അണ്ടർ സ്പോർട്സ് കോട്ടായിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ഇതാണ് പറയാനുള്ളത്. ഇനിയും 2 സ്ട്രീമിലാണ് ഡിപ്ലോമ പ്രോഗ്രാം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ഒന്ന് സ്ട്രീം 1 ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, 2 സ്ട്രീം 2 ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പം ഈ 2 രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഏത് സ്ട്രീമാണ് പോകേണ്ടത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെ തരത്തിലുള്ള സീറ്റുകളുണ്ട് എന്നുള്ളത് നമുക്ക് ചെറിയതായിട്ടൊന്ന് നോക്കാം. മെറിറ്റ് സീറ്റുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ് ഇൻ എയ്ഡഡ് പോളിടെക്നിക്കിലുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ് ഇൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക് കോളേജിലുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സീറ്റുകളാണ് നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിലൂടെ ആപ്ലിക്കേഷൻ വഴി സമർപ്പിക്കാവുന്നത്. ഈ ഡിപ്ലോമ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 സെമസ്റ്ററാണ്, അല്ലെങ്കിൽ 3 ഇയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കുക, 3 വർഷ കോഴ്സാണിത്. ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഒക്കെ ഈ www.polladmission.org എന്ന് പറയുന്ന സൈറ്റിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കിയ ശേഷം മാത്രം ഫോം ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ 150 രൂപയാണ്. അത് SC/ST ആണെങ്കിൽ 75 രൂപയുള്ളൂ. ഇനി റിസർവേഷനുണ്ട്, ഒരുപാട് തരത്തിലുള്ള റിസർവേഷനുണ്ട്. റിസർവേഷനെ പറ്റി പ്രധാനമായിട്ടൊന്ന്, റിസർവേഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അവർക്ക് കോട്ട റിസർവേഷനുണ്ട്. റിസർവേഷൻ ഫോർ THC ഹോൾഡേഴ്സ്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ നിർത്തിയിട്ട് 10% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ ഫോർ VHC കാൻഡിഡേറ്റ്, 2% സീറ്റ് VHC കുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ കുറേ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ ഫോർ നോമിനീസ്, അതായത് യൂണിയൻ ടെറിട്ടറീസ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഇവരുടെ നോമിനീസിന് കുറച്ച് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. യൂണിയൻ ടെറിട്ടറി ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, നോമിനീസ് ഫ്രം ലക്ഷദ്വീപ്. അതുപോലെ ചിൽഡ്രൻ ഫ്രം എക്സർവീസ്മാന് റിസർവേഷനുണ്ട്. എൻ്റെ മക്കൾക്ക്. ഡിപ്പെൻഡൻ്റ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ കിൽഡ്, മിസ്സിംഗ്, ഡിസേബിൾഡ് ഇൻ ആക്ഷൻ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മക്കൾക്ക് റിസർവേഷനുണ്ട്. ചിൽഡ്രൻ ഓഫ് സെർവിങ് ഡിഫൻസ് പേഴ്സണൽ, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫൻസുകാരുടെ മക്കൾക്ക്. ചിൽഡ്രൻ ഓഫ് CRPF പേഴ്സണൽ ആനുകൂല്യമുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മക്കൾക്ക് ആനുകൂല്യമുണ്ട്. ടെക്സ്റ്റൈൽ ടെക്നോളജിയുമായി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോഗ്രാം ചെയ്ത കുട്ടികൾക്ക് ആനുകൂല്യമുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് ഉണ്ട്. നോമിനീസ് ഫോർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അവർക്ക് ഇതുണ്ട്. സ്പോർട്സ് കോട്ടായിക്ക് ആനുകൂല്യം ഉണ്ട്. കൂടാതെ NCC കോട്ടായിലും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനിയും ഇത് കൂടാതെ കുറേ ഉണ്ട്. സ്പെഷ്യൽ ബാച്ച് ഫോർ ഹിയറിംഗ് ഇമ്പയർഡ് ഉണ്ട്. അങ്ങനെ കുറേ കാറ്റഗറീസൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ പോകുന്നില്ല. 40 സീറ്റാണ്
നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് 60%, ആകെയുള്ള സീറ്റിൻ്റെ 60% സ്റ്റേറ്റ് മെറിറ്റാണ്. ബാക്കിയുള്ള 40% റിസർവേഷൻ സീറ്റുകളാണ്. അതിനകത്തിൽ ഈഴവയുണ്ട്, മുസ്ലിമുണ്ട്, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് ഉണ്ട്, ലാറ്റിൻ കാത്തലിക് ഉണ്ട്, ധീവര, വിശ്വകർമ്മ, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, കുടുംബി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇതെല്ലാം കൂടെ ചേർത്താണ് 40%. ഈ 40%, 60% മെറിറ്റോടെ ചേർന്നാണ് 100% സീറ്റിംഗ് റിസർവേഷൻ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്തായിരിക്കണം എന്നുള്ളത് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കണം. നേറ്റീവ് ഓഫ് കേരള ആയിരിക്കണം. അതുപോലെ SSLC, TSC or equivalent examination പാസ്സായിരിക്കണം. Candidates who have passed qualifying examination with the maths, English, science subjects are eligible to apply for stream 1 and stream 2. എന്നാൽ candidates who have passed qualifying examination with the mathematics and English are eligible to apply for stream 2. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. Candidates who have taken more than 2 chances to secure eligibility for higher studies in SSLC, TSC or equivalent examination not eligible for admission. പ്രത്യേകം ശ്രദ്ധിക്കുക. Appearance for betterment or say examination will not be considered as a chance. CBSE, ICC open school candidates mark list candidates, the marks or grade obtained the science is considered for calculating grade in the physics and chemistry. Other hearing impaired candidates with the 60 dB or above hearing loss is better year who have passed SSLC examination with eligibility for higher studies are eligible to apply the admission. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിക്കുക. ഇത് പ്രോസ്പെക്ടസ് വായിക്കാമെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയുന്നു, www.polyadmissions.org ആ സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി SSLC, TSC ഇക്വലൻ്റ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മാർക്ക് ലിസ്റ്റ് ഓഫ് SSLC അല്ലെങ്കിൽ TSC ഓർ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ്. ടു ക്ലെയിം റിസർവേഷൻ അണ്ടർ VHC, മാർക്ക് ലിസ്റ്റ് ഓഫ് VHC. അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ വില്ലേജ് ഓഫീസിലായിരുന്നു അല്ലെങ്കിൽ SSLCയുടെ സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും വേണം. ടു പ്രൂവ് ദ ആപ്ലിക്കൻറ്റ് കേരളൈറ്റ്, അതിന് തഹസീൽദാറുടെ അല്ലെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആയാലും മതി. പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഓരോന്നിനും SCBC ആണെങ്കിൽ അത് വേണം, SC ST ആണെങ്കിൽ വേണം. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ അനുബന്ധ ആൾക്കാരോ തരുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബിഫോർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് മസ്റ്റ് നോ ദിസ് വൺ. അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകൻ്റേതായിരിക്കണം. നിങ്ങളിപ്പോൾ അപേക്ഷ ഓൺലൈനായി www.polyadmissions.org എന്ന സൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു പേജായിരിക്കും വരുന്നത്. ഈ കാണുന്ന പേജ് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങളുണ്ട്. അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകൻ്റേതായിരിക്കണം. സംവരണത്തിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളവർ അർഹതാ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ലഭ്യമാക്കിയതിന് ശേഷം അപേക്ഷ പൂരിപ്പിക്കുന്നത് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും ഹാജരാക്കണം. അപേക്ഷകൻ പ്രവേശനത്തിന് സംസ്ഥാന തലത്തിൽ ഒരപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി. സംസ്ഥാനത്തെ ഏത് കോളേജിൽ അപ്ലൈ ചെയ്യുന്നതിനും ഒറ്റ അപേക്ഷ മാത്രം മതി. ശ്രദ്ധിക്കുക, സിംഗിൾ വിൻഡോ ആണ്, ഏകജാലക സംവിധാനമാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷം അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് പോളിഅഡ്മിഷൻ എന്ന വെബ്സൈറ്റിൽ ഹോം പേജിലെ മോഡിഫൈ ഡിപ്ലോമ ആപ്ലിക്കേഷൻ ലിങ്ക് വഴി ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യാവുന്നത്. ഏറ്റവും അവസാനത്തെ പേജിൽ എത്തുമ്പോൾ ഫീസ് അടയ്ക്കാവുന്ന ലിങ്ക് വീണ്ടും ലഭ്യമാകുന്നതാണ്. ആപ്ലിക്കേഷനിലെ വിവരങ്ങളെ സംബന്ധിച്ച രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ലാത്തതിനാൽ നിങ്ങൾ അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന രേഖകൾ വിശ്വസ്തമായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രൂഫ് അതിൻ്റെ അഡ്മിഷൻ സമയത്ത് തെളിയിക്കാൻ കഴിയില്ല, നിങ്ങളുടെ അഡ്മിഷൻ നിരസിക്കപ്പെടും. അപ്പോൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അപേക്ഷയിൽ കൊടുക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപേക്ഷയിൽ തെറ്റായ വിവരം നൽകുന്ന അപേക്ഷയെ അവകാശം നഷ്ടപ്പെടുത്തുന്നതിനിടയാക്കും. തെറ്റായോ അപൂർണമായതോ ആയ കാരണത്താൽ അപേക്ഷ നിരസിക്കപ്പെടുകയാണെങ്കിൽ അതുമൂലം അപേക്ഷകനുണ്ടാകുന്ന ബുദ്ധിമുട്ട് സാങ്കേതിക വിദ്യാഭ്യാസ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപേക്ഷയിൽ അത് ക്ലിക്ക് ചെയ്യാവൂ, അത് കൊടുക്കാവൂ. അല്ലെങ്കിൽ കിട്ടിയാലേ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ആ അഡ്മിഷൻ നിരസിക്കപ്പെടും. അതിന് സാങ്കേതിക വിദ്യാഭ്യാസ ഉത്തരവാദിയല്ല. പോളിടെക്നിക് അഡ്മിഷനുമായി ഓൺലൈൻ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇത്രയും വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഇതുപോലൊരു പേജ് വരും. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സിംഗിൾ വിൻഡോ അഡ്മിഷൻ ടു പോളിടെക്നിക് കോളേജസ്.
അവിടെയാണ് നിങ്ങൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസാണ് ആദ്യം കൊടുക്കേണ്ടത്. SSLC ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. SSLC, TSC, CBSE, ICC ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇയർ ഓഫ് പാസിംഗ് കൂടെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ അടിക്കുക. രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇത്ര അടിക്കുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും. ഈ പേജിൽ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായ രീതിയിൽ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. പ്രൂഫ് കൈ വെച്ചുകൊണ്ട് മാത്രമേ കൊടുക്കാവൂ. മൊബൈൽ നമ്പർ തെറ്റിപ്പോകരുത്. അതിലേക്കാണ് OTP വരുന്നത്. ആ OTP പിന്നീട് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യുക. www.polyadmission.org എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. ഇപ്പോൾ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി നെക്സ്റ്റ് അടിച്ച് ഈ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. ഇതാണ് പോളിടെക്നിക് അഡ്മിഷൻ. 10ാം ക്ലാസ് പാസ്സായവർക്കും അതിന് മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഒരു അവസര സന്ദർഭമാണ്. ഇന്നു മുതൽ ആരംഭിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു അഡ്മിഷൻ ലഭിക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.